ഇതാ വി ആർ ബാക്ക് ടു ദ പ്ലേസ് ഓഫ് ബാൻസറിവാല പാപ്പ. എനിക്ക് സത്യം പറഞ്ഞുള്ളൂ ഈ സ്ഥലങ്ങൾ മനസ്സിലാവുന്നില്ല. കാരണം ഇന്നലെ ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. തിരിച്ചു വന്നപ്പോഴും ആരുമില്ല. ആകെ 2 പട്ടിക്കുട്ടികളും പിന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ടീം മൊത്തം ബാക്കിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉരേഷ് ഭായി ഉണ്ട്. നമ്മൾ കേറി പോകുമ്പോഴെല്ലാം ഭയങ്കര ആളായിരുന്നു. ഇപ്പൊ ഒരു മനുഷ്യല്ല. മനസ്സിലാവുന്നില്ല ഈ സ്ഥലങ്ങള്. ഈ ടെന്റിലൊക്കെ ഉണ്ടായിരുന്ന ആളൊക്കെ ഇവിടെ പോയി. എല്ലാവരും കയറിപ്പോയോ? എല്ലാവരും രാവിലെ കയറിപ്പോയി കാണാം. അതെല്ലാം ഉറക്കാണ്. കുമ്പോളം കാണാൻ പോയാണ്. അവിടെ 2 പേരുണ്ട്. ഞാൻ പറഞ്ഞിട്ട് നമ്മളെല്ലാ പേജിലും കണ്ട 27-31 ആണ്. ചിലപ്പോൾ അതുകൂടെ ഡേറ്റ് കഴിഞ്ഞു. പക്ഷെ ഇവിടെ നിക്കോടെ 2-3 ഫ്രണ്ട്സ് ഇന്ന് വരുന്നുണ്ട്. നാഗാലാൻഡ് പോയിട്ടേക്കും വരുന്നുണ്ട്. അപ്പൊ അവരെ കാണുന്നില്ല. ഒരു പക്ഷേ സമയമായിട്ടില്ലായിരിക്കും. അവര് അവിടുന്ന് സംഘടയിൽ നിന്ന് ഇങ്ങോട്ട് നടന്നെത്താനുള്ള സമയമായിട്ടില്ലായിരിക്കും. ഒരു പക്ഷേ നമുക്ക് വഴി വെച്ച് മീറ്റ് ചെയ്യാൻ ചിലപ്പോൾ. അപ്പൊ ഇന്ന് ആളില്ലാത്തതുകൊണ്ട് ബാൻസറി ബായിക്ക് കച്ചവടം തോന്നുന്നു. ഇപ്പൊ ബാൻസറി വാല ബാബ ചിലപ്പം കുറെ നേരം ഇരുന്ന് ബാൻസറി വായിക്കായിരിക്കും സമയമുള്ളതുണ്ട്. ബാൻസറി എന്ന് പറഞ്ഞാൽ മറ്റേ ഓടക്കുലുണ്ട്. പുള്ളി ഓടക്കുൽ വായിച്ചിരിക്കും. പുള്ളിയുടെ കട മാർക്കറ്റ് ചെയ്യുന്നതാണ് ബാൻസറി ബൈക്ക്. പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് പുള്ളിക്ക്. എല്ലാരും ഫോളോ ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു. എല്ലാരും ഫോളോ ആണ് കേട്ടോ. ഇതാരും കാണുന്നുണ്ട്. ഈ ബ്ലോഗ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പുള്ളിനൊക്കെ പറഞ്ഞു. ഇതാണ് ബാൻസറി വാല ബാബ. പുള്ളിയുടെ പേര് വിജയകാന്ത് സിംഗ്. ബ്ലോഗ് നാറ്റി തീട്ട ബ്ലോഗ് ആക്കല്ലേ. കട്ടി ഒന്നുകൂടി. അത് കുഴപ്പമില്ല. നീ പറഞ്ഞു ഈ സോങ് നിങ്ങളോട് ഇവിടെ കേൾക്കണേ. ഇതൊരു പഹാഡി ടൈപ്പ് സോങ് ആണ്. ഇത് പഹാഡി സോങ് ആണ്. ഇങ്ങനത്തെ പാട്ട് വരെ എപ്പോഴും വെക്കാറുണ്ട്. ഓ പുള്ളിക്ക് കുറെ പാട്ടുണ്ട്. പുള്ളിയുടെ പുള്ളി ഒരു കലാകാരനാണ്. പുള്ളി ഒരു ചായടിക്കാരനുണ്ട്. അതുപോലെ തന്നെ ഒരു ഗായകനും ഒരു മ്യൂസീഷ്യനും കൂടിയാണ്. ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റിയാണ്. ഹർഗോണ്ട്. ഇതാണ് നിക്കോളാസ് പോയ ഹർഗോണ്ട് വഴി. നിക്കോളാസ് ബേസ് ക്യാമ്പ് വഴി തെറ്റി ഹർഗോവിലാണ് പോയത്. ഈ ബേസ് ക്യാമ്പിൽ പോയാൽ ഞാൻ ഹർഗാവ് ചെന്നു. നമ്മുടെ ഓഫീസിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോ ഹർഗോൺ വഴി വരണമെന്ന്. ഒരു 100-200 മീറ്റർ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. റൊട്ടേറ്റ് പോയി. ഇന്നലെ സ്റ്റേ ചെയ്തത് ഈ ബേസ് ക്യാമ്പിലാണ്. ഈ ബേസ് ക്യാമ്പ്. അപ്പൊ നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ജുദാക്ക തലാബാണ്. നമുക്ക് ഇന്നലെ ഉച്ചയ്ക്ക് നമ്മളത് ബേസ് ക്യാമ്പിലായിരുന്നു. അപ്പൊ നമുക്ക് ഉണ്ടായിരുന്ന ഓപ്ഷൻ വെച്ചാൽ നമുക്ക് ഇങ്ങനെ വന്ന് ജുദാക്ക തലാബി വരാൻ. പക്ഷെ നമ്മുടെ ഓഫീസിൽ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വഴി വരാതെ ഈ ഹർഗോൺ വഴി വരുവാണെങ്കിൽ ഒരു വെറൈറ്റി ഒരു ഫീലിംഗ് കിട്ടും. നമുക്ക് ലോക്കൽസുമായിട്ടൊക്കെ ഇടപെടാൻ പറ്റും. പക്ഷെ ഞാൻ നമ്മുടെ ലോക്കൽസ് ഒന്നും ഇല്ലെന്നാണ് നമ്മുടെ നിക്കുബായി പറയുന്നത്. അതുപോലെ നമ്മുടെ ചെങ്കീസ് ബായും പറഞ്ഞായിരുന്നു ബേക്കാർ ഏരിയ ആണ്, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ റൂട്ട് ഭയങ്കര കൂടുതലുള്ള പോലെ സ്കൂളാണ്. കാരണം 9 കിലോമീറ്റർ ആണ്. 6-3-9 കിലോമീറ്റർ. പക്ഷെ നമ്മളുടെ സംഘടന 4 കിലോമീറ്റർ നടന്നാൽ ചെല്ലുന്നാരും പറഞ്ഞില്ലേ? അതാണ് പറഞ്ഞു. ഏതായാലും നമ്മൾ വന്ന് ചൂടാക്കാത്ത തലമുടിയാണ്. അതെ ഷെരീഫ് എക്സ്പ്ലോർ ഉണ്ട്. 2 लोगों को मैंने भेजा, उनको तत्काल टिकट करना है, तो थोड़ा नीचे आएगा टावर मिलेगा ना, इन दोनों को भेज दिया. ഇപ്പോൾ ഇതാ കുറെ ആളുകൾ മേലെ ഇറങ്ങി വരുന്നുണ്ട്. നമ്മളാന്ന് തോന്നുന്നു ആദ്യം ഇറങ്ങി വന്നത്. ഇതേ പെൻഗിനൊക്കെ വരുന്നുണ്ട്. ജോസഫ് അറഫാനൊക്കെ. പിന്നെ വേറെ കുറെ ആളുകൾ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തല്ലേ കുറച്ചാണ്. ഇത് ഓരോ ദിവസം ഓരോ പാട്ടായിട്ട് ഇറങ്ങണം തോന്നുന്നു. സൂപ്പർ.